ഇന്ന് നമുക്കിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അതും നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുക്കുക കേട്ടോ ചിക്കനിൽ. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാനും നോക്കണേ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 750-800 ഗ്രാമിൻ്റെ അടുത്താണ് വെയിറ്റ് എടുത്തിട്ടുണ്ടായത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചെറിയൊരു മസാല റെഡിയാക്കി കൊടുക്കാം. ചിക്കനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ഒരു മുട്ടയും പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീരും പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലൊരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയ സോസിൽ ഉപ്പുണ്ടാവും, അതുകൊണ്ട് തന്നെ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഏകദേശം ഒരു 1 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതായിരിക്കും. നിങ്ങളുടെ ടൈമിനനുസരിച്ച് വെക്കാം. ഇനി ചിക്കൻ്റെ റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് തന്നെ വെച്ചിട്ട് ഇട്ട് കൊടുക്കണേ. ചിക്കനൊക്കെ ഇട്ട് ഒന്നങ്ങ് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നോർമൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ നന്നായിട്ട് 100% തന്നെ കുക്ക് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ലാസ്റ്റ് ചിക്കൻ ചില്ലി ആ ഒരു സോസിലൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഈ ഒരു കളറാകുന്ന സമയത്ത് നമ്മുടെ എണ്ണയിൽ നിന്ന് കോരിയിടുക. പിന്നെ ചിക്കൻ എല്ലാവർക്കും ഫ്രൈ ചെയ്യാൻ അറിയുന്നത് കൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് ടൈം കളയുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല കോട്ടിംഗ് ഒന്നും ഇളകി പോകാതെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കൊരു കോൺഫ്ലോറിൻ്റെ സ്ലറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കപ്പിലേക്ക് ഞാൻ 1.5 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും റെഡിയായി അവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പാനിലേക്ക് ഞാൻ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എടുത്തിട്ടില്ല ആ ഒരു ഓയിലില്ല, അത് തന്നെയാണ് എടുത്തിട്ടുണ്ടായത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഭാഗത്ത് വരുന്ന വൈറ്റ് പാർട്ടില്ലേ അത് മാത്രം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പം ഓവർ കളർ മാറാനൊന്നും പാടില്ല. ജസ്റ്റ് ഒന്ന് ഈ ഒരു എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ, അതിൻ്റെ ഒരു ഫ്ലേവർ പിടിക്കുന്ന വരെ. അപ്പോൾ ഇത്രയും മതി. ഇനിയിപ്പം ഇതിലേക്ക് സവാളയും പച്ചമുളകും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കണം. ഞാനൊരു മീഡിയം വലുപ്പമുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു സവാളയും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും. സവാളയും ക്യാപ്സിക്കം കട്ട് ചെയ്യുമ്പോൾ അറിയാമല്ലോ ഒരു സ്ക്വയർ ഷേപ്പായിട്ട് കട്ട് ചെയ്യാം. പിന്നെ ഓരോ ഇതളായിട്ട് തന്നെ സവാള കട്ട് ചെയ്തെടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അറിയാമല്ലോ നിങ്ങൾക്ക് പെർഫെക്റ്റ് ചില്ലി ചിക്കൻ അങ്ങനെ തന്നെ ഉണ്ടാവണം. കാണാനും ഭംഗി അങ്ങനെയാണ്, കഴിക്കുമ്പോൾ ടേസ്റ്റ് അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുത്ത് അതിൻ്റെ കളറ് മാറോ ഓവർ സോഫ്റ്റ് ആവാനോ ഒന്നും പാടില്ലേ. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് വേണം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചില്ലി സോസ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1 ടീസ്പൂൺ. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒട്ടും തന്നെ നിർബന്ധമില്ല, ഇതിലേക്ക് 1-2 പിഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ് കേട്ടോ, നിർബന്ധമേ ഇല്ല. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തർ എടുക്കുന്ന സോസും എല്ലാതും വ്യത്യാസമുള്ളതായിരിക്കും. അപ്പോൾ സോസ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചെക്ക് ചെയ്തിട്ട് മാത്രം ഇട്ട് കൊടുക്കാം. കാരണം ഓരോ സോസിനും വ്യത്യാസമുള്ള ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആയിരിക്കും കേട്ടോ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ ഇതാ സോസ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കോൺഫ്ലോറിൻ്റെ സ്ലറി റെഡിയാക്കി വെച്ചിട്ടില്ലായിരുന്നോ, അതൊന്ന് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഇതാ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ തന്നെ ഒന്ന് തിക്കായി വരും കേട്ടോ ആ ഒരു ഗ്രേവി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. കണ്ടില്ല, നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്, ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കുക. കാരണം നമ്മൾ ചേർത്തിട്ട് സോസിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ട് കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചിക്കനിലും നമ്മൾ ഓൾറെഡി ചേർത്തതാണ് നന്നായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഇതൊന്ന് കുറുകി വന്ന് ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ചിക്കനും കൂടി ആഡ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് നമ്മുടെ ആ ഒരു സോസും കൂടി നല്ലപോലെ പിടിച്ചിട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു ഗ്രീൻ പാർട്ട് വരുന്നില്ലേ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ വെള്ള എള്ളില്ലേ, അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാം. പിന്നെ ഒരു ടിപ്പാണ്, നമ്മുടെ ഈ ഒരു ചില്ലി ചിക്കൻ ഓവറോൾ ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്ത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് ഈ ഒരു ചില്ലി ചിക്കനിലേക്ക് നിർബന്ധമായിട്ടും ചേർക്കുക. അങ്ങനെ ഇതാ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രേ പരിപാടിയുള്ളൂ. ലാസ്റ്റത്തെ നമ്മൾ ഈ ഒരു സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ എത്രയോ ടേസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇതാ ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇന്ന് കോമ്പിനേഷനായിട്ട് ചപ്പാത്തിക്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്